Hi, it's me Asru and let's talk something with Jandu. കർത്താവേ അനുഗ്രഹിക്കണേ. നമുക്കിന്ന് ഡിസഗ്രിമെന്റ്സിനെ കുറിച്ച് സംസാരിക്കാം. നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് റിലേഷൻസിന്റെ ഭാഗമായിരിക്കും. നല്ല നല്ല സൗഹൃദങ്ങൾ നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ്, അത് ചിലത് ഒഫീഷ്യൽ റിലേഷൻസ് ആയിരിക്കും, ചിലത് അൺഒഫീഷ്യൽ ആയിരിക്കും. എന്ന് വെച്ചാൽ അവിഹിതമല്ല ഉദ്ദേശിച്ചത്, എന്താ പറ എനിക്കറിയില്ല. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടിൽ ജസ്റ്റ് ഫോർ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനത്തെ റിലേഷൻസ് നമുക്ക് ഉണ്ടാവുമല്ലോ. ഇവിടെ എല്ലാം നമ്മളെ എപ്പോഴും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന സാധനമാണ് എഗ്രിമെന്റ്സ്, അല്ലേ? ഇപ്പൊ ഞാൻ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ അതേ അഭിപ്രായം തന്നെ പറയുമ്പോൾ നമുക്കത് എന്തെന്നില്ലാത്തൊരു സന്തോഷം തരാറുണ്ട് ചിലപ്പോൾ. കാരണം ഞാൻ ചിന്തിച്ച അതേപോലെ തന്നെ ആളും ചിന്തിച്ചല്ലോ എന്നുള്ളത്. ഈ ഒരു കാര്യം നമ്മളുടെ ആ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ നമ്മളെ ഒരു റിലേഷന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറം എന്ത് ചെയ്യാറുണ്ട്, ഒന്നും കൂടെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഇതേപോലെ തന്നെ അത് ഇത്ര തന്നെ ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻസിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഡിസഗ്രിമെന്റ്സ് ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഡിസഗ്രിമെന്റ്സ് നമ്മുടെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള റിലേഷനെ ചിലപ്പോൾ വല്ലാണ്ട് അങ്ങ് അഫക്റ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള രണ്ടാളുകൾ നമ്മൾ വിചാരിക്കൂലേ, അവർക്കിടയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നോ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം എന്തായിരുന്നു? എപ്പോഴൊക്കെ ഉണ്ടായ ഡിസഗ്രിമെന്റ്സ് ആയിരുന്നു. അപ്പോൾ ഈ ഡിസഗ്രിമെന്റ്സിനെ നമ്മൾ ഇത്രയും വറീഡ് ആയിട്ട് നോക്കി കാണേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആക്ച്വലി ഡിസഗ്രിമെന്റ്സ് ആർ അനദർ കൈൻഡ് ഓഫ് എഗ്രിമെന്റ്സ്, അല്ലേ? ആ പേരിൽ തന്നെ ഉണ്ട്, എഗ്രിമെന്റ്സ് ആണ്. നമുക്ക് യോജിക്കാൻ കഴിയാത്തൊരു എഗ്രിമെന്റ്, അത്രേ ഉള്ളൂ. ആ സാധനത്തെ അങ്ങനെ വിട്ടാൽ കഴിയുന്ന പ്രശ്നമുള്ളൂ. ഓക്കെ, അതായത് ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ച് വിയോജിപ്പുള്ള രണ്ട് അഭിപ്രായങ്ങൾ സംസാരിച്ച് മേ ബി നമ്മൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു അഭിപ്രായത്തിലോട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അത് രണ്ടും അല്ലാത്ത പുതിയൊരു തീരുമാനത്തിലെത്തും. ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഇതൊക്കെ ഓക്കെയാണ്. ഇത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടാവും, സങ്കടം വന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ഇയാളെന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ നമുക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നമ്മൾ ആ ഒരു പോയിന്റിൽ ഒരുമിച്ചാവുന്ന സമയത്ത് അത് ഓക്കെ ആവും. പക്ഷെ ചില ഡിസഗ്രിമെന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര പറഞ്ഞാലും അത് എന്താവില്ല, നമുക്ക് ഒരു പോയിന്റിൽ എഗ്രി ചെയ്യാൻ കഴിയൂല. ആ സാധനത്തെ അത് അങ്ങനെ ആക്കി വിട്ടാൽ മതി. എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുമിച്ചാവാൻ കഴിയൂല. അല്ലെങ്കിലും ഒരുമിച്ചാവുക എന്ന് പറയുന്നതല്ല ആക്ച്വലി ഒരു റിലേഷന്റെ ഹെൽത്ത് തീരുമാനിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ട് വ്യക്തികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ എല്ലാം കൊണ്ടും വ്യത്യസ്തരായിട്ടുള്ള രണ്ട് മനുഷ്യന്മാരാണ്. അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യാസമായിരിക്കും, ഇഷ്ടങ്ങൾ വ്യത്യാസമായിരിക്കും, ഇഷ്ടക്കേടുകൾ വ്യത്യാസമായിരിക്കും, അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസമായിരിക്കും. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഇക്കണക്കിന് എങ്ങനെ ജീവിക്കാം? പക്ഷെ കുടമാറ്റം നന്നായത് പാറമേക്കാവിന്റെ ആണെങ്കിലും വെടിക്കെട്ട് നന്നായത് തിരുവമ്പാടിര. ആ കാര്യത്തിൽ താൻ എന്നോട് വാദിക്കണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ചാരായ നിരോധനം ആന്റണി മാറ്റുന്ന പ്രശ്നമില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. വെറുതെ കണഗുണാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാശ്മീർ പാകിസ്ഥാൻ കൊടുത്ത ആ പ്രശ്നം തീർന്നില്ലേ? എപ്പോഴും തീറ്റയുടെ കാര്യം മാത്രമല്ല ഉള്ളൂ. എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഡിസഗ്രിമെന്റ്സ് കാരണം നമ്മുടെ ഹെൽത്തി റിലേഷൻസ് അഫക്റ്റഡ് ആവാതിരിക്കട്ടെ. ചില ഡിസഗ്രിമെന്റ്സ് ആയിട്ടിരിക്കട്ടെ, നമ്മൾ ആ എല്ലാ കാര്യത്തിലും യോജിച്ച് മുന്നോട്ട് പോവുക എന്നൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ ചില ഡിസഗ്രിമെന്റ്സിനെ നമ്മൾ വളരെ സ്നേഹത്തോടെ ഒരു മൂലയിലോട്ട് മാറ്റി അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തോന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻസിൽ നമ്മൾ സാക്രിഫൈസ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കുക. ഇനിയും നല്ല ക്വാളിറ്റി ഉള്ള എഗ്രിമെന്റ്സിനോടൊപ്പം തന്നെ നല്ല വാല്യൂ ഉള്ള ഡിസഗ്രിമെന്റ്സും ഉണ്ടാവട്ടെ. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കണക്റ്റഡ് ആയി തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്ന, അല്ലെങ്കിൽ ഇത് ഹോണ്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് കാരണം ഹീൽ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് പേഴ്സൺ ഇത് ഷെയർ ചെയ്യണം. ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.